എനിക്ക് 28,000 ഫോളോവേഴ്സ് ഉണ്ടായിട്ടും CM കിട്ടുന്നില്ല. ഒരുപാട് തവണ റിക്വസ്റ്റ് അയച്ചു, ടൂൾ കാണാനേ ഇല്ല. 28 അല്ല, 42, 50, 60, 70K ഫോളോവേഴ്സ് ഉള്ളവർക്ക് നിലവിൽ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടുന്നില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അത് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിന് ആ ടൂള് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കൂടുതൽ റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ് മെറ്റയായിട്ട് തന്നെ ചാറ്റ് ചെയ്ത്, അപ്പൊ ആ മെറ്റയായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ മെറ്റ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അവരോട് തന്നെ ഡയറക്റ്റ് പറഞ്ഞതിന് ശേഷമാണ് അവർ എനിക്ക് റിപ്ലൈ തന്നത്. അപ്പോൾ അവര് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങള് ടിപ്സ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. അത് അവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യമാണ് ഫോളോ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ്. അതായത് ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് തെറ്റായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത്. ഞാൻ മുമ്പേ പറയാറുണ്ട്, ആക്സിഡന്റ് പോലെയുള്ള വീഡിയോസോ ഫോട്ടോസോ നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്. അതുപോലെ തന്നെ സെക്ഷുവൽ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. പിന്നെ അടിപിടി കേസുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. കൊച്ചുകുട്ടികളുടെ ഉടുപ്പില്ലാത്ത വീഡിയോ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോ ആയാലും ശരി നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. ഇതൊക്കെ ഫേസ്ബുക്കിന്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരായിട്ടുള്ളതാണ്. നിങ്ങൾ അതൊരിക്കലും നിങ്ങൾ ലംഘിക്കരുത്. അതൊക്കെ ലംഘിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്യൂ വരുന്ന. ആ ഇഷ്യൂ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു ബ്ലാക്ക് മാർക്ക് ആയതുപോലെ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു മുൻകരുതൽ എന്തായാലും എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതുപോലെയുള്ള പോസ്റ്റേഴ്സ് ഒരിക്കലും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ചെയ്യണം, ശ്രദ്ധിക്കണം. നിലവിൽ ഒരുപാട് പേര് അവരുടെ ഷോപ്പിലേക്ക് ജോലിക്കാരോ ആവശ്യമുണ്ട്. നമ്മൾ ഇത്ര ശമ്പളം തരും, അല്ലെങ്കിൽ നമ്മൾ ഇത്ര കാശ് തന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് ഇത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പോസ്റ്ററുകളോ വീഡിയോസോ നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യരുത്. റീൽസ് ആയാലും അതുപോലെ തന്നെ ഫോട്ടോ ആയാലും. അത് അങ്ങനെയുള്ള ഫോട്ടോക്കും നിലവിൽ ഒരുപാട് പേർക്ക് ഫേസ്ബുക്ക് റെക്കമെൻഡേഷൻ സസ്പെൻഡ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ അത് ഫേസ്ബുക്കിന്റെ കണ്ണിൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലവിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്യാം, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അവർ പറയുന്നത്, ഗ്രോ യുവർ ഓഡിയൻസ്, ഫോക്കസ് ഓൺ ഇൻക്രീസിങ് യുവർ ഫോളോവേഴ്സ് ആൻഡ് എൻഗേജ്മെന്റ് ത്രൂ കൺസിസ്റ്റന്റ് ഹൈ ക്വാളിറ്റി കണ്ടന്റ്. ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സിന് അതുപോലെ തന്നെ എൻഗേജ്മെന്റും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലായ? നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ച് റിസ്ക് എടുത്തിട്ടും ഓരോരോ കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായല്ലേ? അതുപോലെ തന്നെ എൻഗേജ്മെന്റ്, നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, ആ വീഡിയോയിൽ ആൾക്കാർ ഇരിക്കണം, കുറച്ച് സമയം എൻഗേജ്ഡ് ആവണം. അത് നിങ്ങളുടെ ഫോട്ടോ ആയാലും ശരി, വീഡിയോ ആയാലും ശരി, അതുപോലെ തന്നെ റീൽ ആയാലും ശരി, ലൈവ് ആയാലും ശരി, സ്റ്റോറി ആയാലും ശരി, എന്തായാലും ശരി, കുറച്ച് എൻഗേജ്ഡ് ആവണം നിങ്ങളുടെ അക്കൗണ്ടിൽ. അത് പ്രൊഫൈൽ ആയാലും ശരി, പേജ് ആയാലും ശരി. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഉള്ള വീഡിയോ ആയും അതുപോലെ തന്നെ എൻഗേജ്മെന്റ് കൂട്ടാനും നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമത് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റേ ആക്റ്റീവ്. റെഗുലർ പോസ്റ്റിംഗ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് യുവർ ഓഡിയൻസ് ക്യാൻ ഹെൽപ്പ് ബൂസ്റ്റ് വിസിബിലിറ്റി, ക്രെഡിബിലിറ്റി. നിങ്ങൾ റെഗുലർ, അത് ഞാൻ പണ്ടേ പറയുന്നത് തന്നെയാണ്, റെഗുലർ ആയിട്ട് നിങ്ങൾ വീഡിയോ, ഫോട്ടോ, റീൽസ് അതുപോലെ തന്നെ ലൈവ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഫോട്ടോ, എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആയിരിക്കണം. അത് റീൽസ് ആയാലും ശരി, വീഡിയോ ആയാലും ശരി, റെഗുലർ ആയിരിക്കണം. എപ്പോഴും നിങ്ങൾ ഫോട്ടോ ആയാലും റീൽ ആയാലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഫോട്ടോയും റീലൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ് വീഡിയോ അതുപോലെ തന്നെ ലൈവ് ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു 4-5 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ഒരു 4-5 ദിവസത്തിന്റെ ഗ്യാപ്പിൽ ചെയ്താലും മതി. അതുപോലെ തന്നെ ലൈവ് 1-2 ആഴ്ചന്റെ ഗ്യാപ്പിൽ അപ്ലോഡ് ചെയ്താലും മതി. എന്തായാലും നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം, ഫേസ്ബുക്കിന്റെ പ്രൊഫൈലായാലും അതുപോലെ തന്നെ പേജിലായാലും. നാലാമത്തെ കാര്യം പറഞ്ഞു, യൂസ് അതെന്റിക് കണ്ടന്റ്, അവോയ്ഡ് മിസ്ലീഡിംഗ് ഓർ റീയൂസ്ഡ് കണ്ടന്റ്. ഒറിജിനാലിറ്റി ഈസ് കീ ടു ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് എലിജിബിലിറ്റി. നിങ്ങൾ മറ്റെല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിരിക്കുന്ന
മറ്റുള്ളവരുടെ കണ്ടന്റ് നിങ്ങൾ ഒരിക്കലും ഇതിൽ അപ്ലോഡ് ചെയ്യരുത്. നിങ്ങൾ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ ഒരു എഡിറ്റിങ്ങും പോലും ഇല്ലാണ്ട് ചില ആൾക്കാർ കാണലുണ്ട്, അവരുടെ വീഡിയോയുടെ കൂടെ ഒരു പാർട്ട് നമ്മളുണ്ടാവും, നമ്മളിങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ അവിടെ ഇരിക്കും, ഒരു എക്സ്പ്രഷനും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗം അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഒരു 60-70% നിങ്ങളുടെ കണ്ടന്റ് പോലെ ആയിരിക്കണത്. നിങ്ങൾ എക്സ്പ്രഷൻ കൊടുത്തിട്ടോ നിങ്ങൾ വോയിസ് കൊടുത്തിട്ടോ അല്ലെ എഡിറ്റിംഗ് ടൈപ്പിംഗ് ചെയ്തിട്ട് എങ്ങനെ ഇരുന്നാലും ഒരു 70% എഡിറ്റിംഗ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അല്ലാതെ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് CM ടൂൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടും. മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആയാലും ശരി, ഫോട്ടോ ആയാലും ശരി, അത് രണ്ടാമത് റിപ്പീറ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിരിക്കുന്ന യൂട്യൂബിൽ നിന്നായാലും ശരി, അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്നായാലും ശരി, ഇൻഷോട്ടിൽ നിന്നായാലും ശരി, എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന്റെ വാട്ടർ മാർക്ക് ഇല്ലാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ വാട്ടർ മാർക്കോട് കൂടി അപ്ലോഡ് ചെയ്യുമ്പോഴും അതും നിങ്ങൾക്ക് CM ടൂൾ കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടും. പിന്നെ ലാസ്റ്റ് കാണിക്കുന്നത് മോണിറ്റർ ഇൻസൈറ്റ്. നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈറ്റിൽ നമുക്ക് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നിലവിലിതാ നമ്മളിപ്പോ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മുടെ വ്യൂസ് ഇവിടെ കാണാൻ സാധിക്കും, എൻഗേജ്മെന്റ്, അപ്രോക്സിമേറ്റ് ഏർണിങ്സ്, നെറ്റ് ഫോളോവേഴ്സ്, ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതിലൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മളുടെ ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണ് കൂടുതൽ ഗ്രോത്ത് ആവുന്നത്, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടുന്നത്, ഫോട്ടോക്ക് നമ്മൾക്ക് എത്ര വ്യൂസ് വരുന്നത്, നമ്മളുടെ റീൽസിന് എത്ര വ്യൂസ് വരുന്നത്, സ്റ്റോറിക്ക് എത്ര വ്യൂസ് വരുന്നത്, ലോങ് വീഡിയോക്ക് എത്ര വ്യൂസ് വരുന്നത്, ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഓരോന്ന് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇൻസൈറ്റ്, അതായത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലുള്ള ഈ അനലിറ്റിക്സും കൂടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനെ പോകുന്ന അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ റീച്ച് എവിടെയാന്ന്, ഗ്രോത്ത് എവിടെയാന്ന് പ്രശ്നങ്ങൾ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ. എൻ്റെ ഇപ്പൊ ഈ റെഡ് ഒന്ന് നോക്കണം നിങ്ങൾ, എന്ന് വെച്ചാൽ എനിക്കിപ്പോ നിലവിൽ ഇതിൽ ആക്റ്റീവ് ആവാൻ സമയം കിട്ടുന്നില്ല. ഫേസ്ബുക്കിന്റെ ഒരു പ്രൊഫൈൽ പേജ്, അതുപോലെ തന്നെ യൂട്യൂബിന്റെ 2 ചാനൽ, പിന്നെ എൻ്റെ ജോലി, അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരു ടൈമിങ്ങിന്റെ കുറവുണ്ടാവുകൊണ്ടാണ് മൊത്തത്തിലുള്ള റീച്ചൊക്കെ ഡൗൺ ആയിട്ടുള്ളത് എന്നത്. അതുപോലെ ആവുമ്പോഴല്ല നിങ്ങൾ ഇതിൻ്റെതായിട്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ എൻ്റെതായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 10 സെക്കൻഡിൽ കൂടുതലൊക്കെ ഉള്ള റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പരമാവധി ഏതെങ്കിലും നിങ്ങൾ ഇത്രയെല്ലാം ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ടൂൾസ് കിട്ടുന്നില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പ്രശ്നവുമില്ല, പിന്നെ അക്കൗണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് അവതെല്ലാം ആക്റ്റീവ് തന്നെയാണ്, അതുപോലെ തന്നെ കോപ്പി റൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് എടുത്തിട്ട് ഡയറക്റ്റ് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം, നിങ്ങളുടെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് അവർ നോക്കി വിലയിരുത്തും. അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഒന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. ഇനി അഥവാ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾ 40-50K ഫോളോവേഴ്സ് ഉള്ളവർ ആണെങ്കിലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ടും നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിട്ടും ഒരു ഇഷ്യൂസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിലും വീണ്ടും നിങ്ങൾക്ക് അത് ഒന്നും ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് മെറ്റാ വെരിഫൈഡ് ബാഡ്ജ് എടുത്തിട്ട് അവരോട് ചോദിച്ചിട്ട് അവരും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തോളം കഴിഞ്ഞിട്ട് വീണ്ടും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. ആ അക്കൗണ്ട് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പാക്കി പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലായി? ചില ബിസിനസ്സൊക്കെ അങ്ങനെയാണ്. ഒരുപാട് ലെവലില് നല്ല പ്രതീക്ഷയോടെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടും ഇവിടെ എത്താത്ത രീതിയിലാവാറുണ്ട്. അതുപോലെ കരുതുക. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏണിങ്സ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങളുടെ അതേ അക്കൗണ്ടിലുള്ള വീഡിയോസ് ഒക്കെ അതിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആക്കി എടുക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡൗൺലോഡ് ആക്കി എടുത്തതിന് ശേഷം ആ അക്കൗണ്ടിലുള്ള പഴയ അക്കൗണ്ടിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് വേണം ഈ പുതിയതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.